ഇതിപ്പോൾ 2005 ശബാബാണ്. ഇനി 2004 ഇതിന് മുമ്പുള്ള ശബാബിലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതിലൊരു കപടൻ മാരണം ചെയ്തതിനാൽ തിരുമേനിക്ക് യാഥാർത്ഥ്യ വിരുദ്ധമായ ചില തോന്നലുണ്ടായി എന്ന് സഹീൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടു എന്ന റിപ്പോർട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട്, എന്നാൽ സിഹർ നിമിത്തം ഗുരുതരമായ രോഗമോ മരണമോ സംഭവിക്കുന്ന പ്രാമാണിക തെളിവുകളൊന്നും മുസ്ലിം കണ്ടിട്ടില്ല. മനുഷ്യന് പറഞ്ഞു 102 അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ച ഹദീസ് ഈ 2 ശബാബിലും എന്ത് ചെയ്യാണ്? 2004 5 അംഗീകരിക്കണം. എന്നാൽ പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ സിഹർ വിഫലം എന്ന വാദം ഹദീസിന് ശേഷം 2014 എത്തിയപ്പോൾ ഏകദേശം ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അലി മദനി മുറയൂർ എഴുതിയ ലേഖനത്തിൽ കാണാം, പ്രവാചകന് മാരണം ബാധിച്ചു എന്ന് പറയപ്പെടുന്ന റിപ്പോർട്ടുകൾ വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസിനും വിരുദ്ധമാണ്. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശമാണ്. അന്ന് പിറന്നിട്ടാണ് എഴുതിയതെങ്കിലും ഈ ആദർശത്തിൽ നമ്മൾ ഇപ്പോൾ നോക്കും. അതുകൊണ്ട് നമ്മൾ ശബാബുകാർ, ഇത് 2 ശബാബാണ്, പിറന്നതിന് ശേഷമുള്ള ശബാബാണ്. നമ്മൾ ശബാബുകാരുടെ ആവശ്യപ്പെടുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ ചെറിയ മുണ്ടത്തിന് മറുപടി നമ്മൾ വിശദീകരിക്കാൻ തയ്യാറാണ്. നമുക്ക് യാതൊരു മറുപടി എതിർപ്പൊന്നുമില്ല. പക്ഷേ ഈ അടുത്ത ശബാബിൽ ഇനി വേണ്ട, അടുത്ത ലക്കം വേണ്ട, ഒരു മാസം കഴിഞ്ഞിട്ടായിക്കോട്ടെ, ഒരു മാസം കഴിഞ്ഞിട്ടെങ്കിലും ഈ ചെറിയ മുണ്ടം കൊടുത്ത മറുപടി ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ ഇന്ന് ശബാബിൽ കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? പുനർവായന കൊടുത്താൽ മതി. അതിൻ്റെ ചെലവുമാണെങ്കിൽ നമ്മൾ കൊടുക്കാം. അപ്പോൾ പാരമ്പര്യം പൊളിയും. നിങ്ങൾ സാധാരണക്കാർ ശരിക്കും ചിന്തിക്കണം. ഇവിടെ ഈ വിഷയത്തിൽ നമ്മളെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ കൂടോത്രവാദികളെന്ന് പറയാൻ ഇവർ പ്രധാനമായും പറയുന്നത് റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ച് അംഗീകരിക്കുന്നു എന്നാണ്. എന്നാൽ അദ്ദേഹം പറയാണ്, ഇത് പറഞ്ഞതിൻ്റെ പേരിൽ മുജാഹിദുകളെ സത്യനിഷേധികളെന്ന് ആക്ഷേപിക്കുന്നവർക്ക് മുജാഹിദ് എന്ന് പേരുച്ചരിക്കാൻ പോലും അർഹതയില്ല. നമ്മൾ ഹദീസ് നിഷേധം പാടില്ല എന്ന് പറഞ്ഞപ്പം അവർക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരുച്ചരിക്കാൻ പോലും പാടില്ല. പ്രവാചകന് മാരണം ബാധിച്ച് അദ്ദേഹത്തിന് ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്ന റിപ്പോർട്ടുകളിലുള്ളത്. അതിൽ പറഞ്ഞ എന്താ ചില തോന്നലുണ്ടായിന്ന, ഇതിൽ പറഞ്ഞ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു. ഇങ്ങനെ ഈ പ്രവാചകൻ്റെ സിഹർ ബാധിച്ച സംഭവമാണ് ഇത്. അതുമാത്രമല്ല, ഇപ്പോൾ സംസം വെള്ളവുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് ശബാബിൻ്റെ 2006 ശബാബ് വാരികയിൽ സംസം വെള്ളത്തെ സംബന്ധിച്ച് വിശദമായ ലേഖനങ്ങളുണ്ട്. ഇതാ സംസത്തിൻ്റെ ചില സവിശേഷതകൾ എന്ന് പറഞ്ഞിട്ട് സംസമിൻ്റെ സവിശേഷതകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് 2015 എത്തിയപ്പോൾ എന്തായി? സംസം വെള്ളത്തെക്കുറിച്ച് അതിൻ്റെ ഹദീസുകളൊക്കെ ദുർബലമാണ് എന്ന് പറഞ്ഞിട്ട് ആകെ ഒരു ഹദീസ് മാത്രമേ സ്ഥിരപ്പെട്ടിട്ടുള്ളൂ. അതെന്താണ്? അനുഗ്രഹീത വെള്ളമാണ്, വിശപ്പിന് ഭക്ഷണമാണ്. മഴവെള്ളത്തെ സംബന്ധിച്ച് അനുഗ്രഹീതമായ വെള്ളമാണ് സൂറത്തുൽ ഖാഫിൽ പറയുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. അതിപ്പോൾ സാധാരണ വെള്ളം കുടിച്ചാലും വിശപ്പ് മാറില്ലേ? കഴിഞ്ഞ എപ്പിസോഡ്. അപ്പോൾ ഈ സംസം വെള്ളത്തിനെ സംബന്ധിച്ചോ നിലപാടും മാറ്റം വന്നു. അതേപോലെ തന്നെ നമുക്കറിയാം, അബൗദ്ധികമായ കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വതആലക്കല്ലാതെ ഒരു പടപ്പിനും ഇല്ല എന്നുള്ള മുജാഹിദ് പ്രസ്ഥാനം 1-ാം തീയതി മുതൽ പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷേ ശബാബിൽ ലേഖനം ഒന്നും അബൗദ്ധിക ശക്തി അല്ലാഹു മാത്രമോ, തൗഹീദ് പൊളിഞ്ഞോടെ. അബൗദ്ധിക ശക്തി അല്ലാഹു മാത്രമോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരാൾ പറയണം എല്ലാം കേൾക്കുന്നത് അല്ലാഹു മാത്രമോ എന്ന് പറഞ്ഞാൽ എന്തായി? അല്ലാഹു എല്ലാം കേൾക്കും, അല്ലാഹു എല്ലാത്തവരും എല്ലാം കേൾക്കും. എല്ലാം സൃഷ്ടിച്ചത് അല്ലാഹു മാത്രമോ എന്ന് പറഞ്ഞാൽ എല്ലാം സൃഷ്ടിച്ച അള്ളയും സൃഷ്ടിക്കും, എല്ലാത്തവരും സൃഷ്ടിക്കുന്നില്ല. ചില സമസ്തകാരവാദം. ഈ തൗഹീദിൻ്റെ മർമ്മപ്രധാനമായ വിഷയത്തിൽ പോലും പഴയ ആശയത്തിൽ നിന്ന് മാറിയിട്ട്, ഇപ്പോൾ സാധാരണക്കാർ ഇപ്പോൾ ഖുർആൻ ഹദീസൊന്നുമില്ല, ഇതിപ്പോൾ മലയാളത്തിലുള്ള കിതാബാണ് നമ്മൾ വായിച്ചത്. ഇത് വായിച്ചിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാം നമുക്കെന്ത്, കെ എം മൗലവി മുതൽ അതുപോലെ തന്നെ അമാനി മൗലവി മുതൽക്കുള്ള പണ്ഡിതന്മാർ വിശ്വസിച്ച ആദർശത്തിൽ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏത് വിഭാഗമാണുള്ളത്?